പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 26 വ്യാഴം. 1 കൊരിന്ത്യർ 9 അധ്യായം 12 വാക്യം. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതെ ഇരിപ്പാൻ സകലവും പൊറുക്കുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു മഹത്തായ ആത്മീയ സത്യമാണ്. സുവിശേഷത്തിന് വേണ്ടി സ്വാതന്ത്ര്യം ത്യജിക്കുന്ന സ്നേഹത്തിൻ്റെ മഹത്വം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തൻ്റെ ജീവിതത്തിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവയെ ഉപയോഗിക്കാതിരിക്കുന്നതായി കാണുന്നു. കാരണം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിരുന്നത് സ്വന്തം സൗകര്യമല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം തടസ്സമില്ലാതെ മുന്നേറുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സന്ദേശത്തിൻ്റെ കേന്ദ്ര ചിന്ത നമ്മുടെ അവകാശങ്ങളെക്കാൾ ഉയർന്നത് സുവിശേഷത്തിൻ്റെ മഹത്വമാണ് എന്നതാണ്. പൗലോസിന് ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന നിലയിൽ പല അവകാശങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം അവയെ ഉപേക്ഷിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ നന്മയല്ല, സുവിശേഷത്തിൻ്റെ പുരോഗതിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല അവകാശങ്ങളും ഉണ്ട്. നമുക്ക് സംസാരിക്കുവാൻ, പ്രതികരിക്കുവാൻ, ന്യായം ആവശ്യപ്പെടാൻ ഒക്കെ കഴിയും. എങ്കിലും ഓരോ സാഹചര്യത്തിലും നാം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ഈ പ്രവൃത്തിയോ പ്രതികരണമോ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് തടസ്സമാകുമോ? ഒരു കുടുംബത്തിൽ ചെറിയ തർക്കം ഉണ്ടായാൽ നമുക്ക് ശരിയാണെങ്കിലും നിശബ്ദത തിരഞ്ഞെടുക്കുന്നത് വലിയ ആത്മീയ സാക്ഷ്യമായി മാറുന്നു. സഭയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ ഈഗോ ഉപേക്ഷിച്ച് ഐക്യം നിലനിർത്തുന്നത് സുവിശേഷത്തിൻ്റെ മഹത്വത്തെ സംരക്ഷിക്കും. നമുക്കറിയാം, യഥാർത്ഥ സ്നേഹം സ്വാർത്ഥതയെ അന്വേഷിക്കുന്നില്ലല്ലോ. അത് ത്യാഗത്തെയല്ലേ തിരഞ്ഞെടുക്കുന്നത്. എനിക്കെന്ത് ലഭിക്കും എന്നതല്ല സ്നേഹത്തിൻ്റെ ചോദ്യം, മറിച്ച് ക്രിസ്തുവിന് മഹത്വം വരുവാൻ ഞാൻ എന്ത് ത്യജിക്കണം എന്നതാണ്. ഒരു അമ്മയ്ക്ക് വിശ്രമിക്കുവാനും ഉറങ്ങുവാനുമുള്ള അവകാശമുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ നന്മയ്ക്കായി ഉറക്കം ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു സത്യക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടേണ്ടതിന് തൻ്റെ സ്വാതന്ത്ര്യത്തെയും ചിലപ്പോൾ ത്യജിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിനാൽ വലിയ നോമ്പ് അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിച്ച് സുവിശേഷത്തെ ഉയർത്തിപ്പിടിക്കുന്ന ജീവിതത്തിനുള്ളതായ ആത്മീയ പരിശീലനമാണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക. തടസ്സം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളത്. കാരണം നമ്മുടെ വാക്കുകളും പെരുമാറ്റവും കോപവും പ്രതികാരവും സുവിശേഷത്തിൻ്റെ വഴിയിൽ കല്ലായി തീരരുത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർ വായിക്കുന്ന ഒരു തുറന്ന പുസ്തകമാണ്. അവർ ആദ്യം കാണുന്നത് നമ്മുടെ പ്രവൃത്തികൾ. ഒരാൾ ക്രിസ്ത്യാനി ആകുമ്പോഴും അസത്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു തടസ്സമാകും. എന്നാൽ ഒരു ക്രിസ്ത്യാനി സത്യനിഷ്ഠയോടെ നിലകൊണ്ട് ചില നഷ്ടങ്ങൾ സഹിച്ചാലും അത് സുവിശേഷത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് ഈ വലിയ നോമ്പിൽ നാം ഒരു ആത്മപരിശോധന നടത്തണം. നമ്മുടെ ജീവിതം സുവിശേഷത്തിന് പാലമാണോ തടസ്സമാണോ? ക്രിസ്തു തൻ്റെ ദൈവമഹത്വം ഉപേക്ഷിച്ച് ക്രൂശ് സ്വീകരിച്ചതുപോലെ നാം നമ്മുടെ അവകാശങ്ങൾ ചിലപ്പോഴെങ്കിലും ത്യജിക്കുകയും അത് ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർന്ന ജീവിതവുമായി തീരും. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സാരം, എൻ്റെ അവകാശങ്ങളെക്കാൾ മഹത്തായത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ്. ഈ വലിയ നോമ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന് വേണ്ടി ത്യജിക്കുന്ന മനസ്സും സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്ന ആത്മാവും ക്രിസ്തുവിന് വേണ്ടി നിശബ്ദമായി നിലകൊള്ളുന്ന
ധൈര്യവും വളർത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ സുവിശേഷത്തിന് ഒരിക്കലും തടസ്സമാകാത്ത ജീവിതം എനിക്ക് നൽകണമേ. എൻ്റെ അഹങ്കാരവും സ്വാർത്ഥതയും ഉപേക്ഷിക്കുവാൻ കൃപ തരണമേ. നിന്റെ മഹത്വം പ്രകടമാകുന്ന ജീവിതം നയിക്കുവാൻ എന്നെ ശക്തനാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.